മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഒരു സംഘർഷം അത് ഈ എണ്ണ വിലയെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. ഈ അവസരത്തിൽ ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ അത് ശാശ്വതമാണോ അതോ വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നോക്കൂ, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിന് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് അമേരിക്കയുടെ ആംഗിൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇസ്രായേലിൻ്റെ ആംഗിൾ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത് ബേസിക്കലി. കാരണം ഇറാൻ അവിടെ ഒരു തീവ്ര എന്താ പറയുക ഇസ്ലാമിക സ്വഭാവമുള്ള രാജ്യമാണ്. മാത്രമല്ല ഈ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളായി പലപ്പോഴും ആയിട്ട് ഒരു പ്രോക്സി വാറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഹമാസും ഉണ്ട്. അതെ, ഹമാസ്, ഹിസ്ബുള്ള, ഈ പറഞ്ഞ പോലെ ഹൗത്തികൾ എല്ലാവരെയും യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോക്സി വാർ എത്രയോ കാലമായിട്ട് ഇവർ നടത്തുന്നുണ്ട്. ഇറാൻ ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് ഒരു പക്ഷേ ഇപ്പോഴാണ് നന്നായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം അവർക്ക് അവിടെ അവരുടെ പൊസിഷൻ ക്ലിയർ ആക്കുക, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു നിലപാട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നില്ല എന്നത് കാണിച്ചുകൊണ്ടാണ് അവരുടെ യുദ്ധം തുടങ്ങിയത് ബേസിക്കലി. മാത്രമല്ല അവർക്ക് ഈ ന്യൂക്ലിയർ പ്രോഗ്രാം, കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റിയായി മാറിക്കഴിഞ്ഞാൽ, ഇറാൻ പോലുള്ള ഒരു രാജ്യം ന്യൂക്ലിയർ കേപ്പബിലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ഇറാൻ അത്ര ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യമല്ല. ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ പവർ ആണെന്നുള്ള കാര്യം അൺഒഫീഷ്യലി എല്ലാവർക്കും അറിയുന്നതാണ്. 50 വർഷമായിട്ട് അവർക്ക് ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അവർ ഒരിക്കൽ പോലും ഒരു ന്യൂക്ലിയർ ത്രെറ്റ്, ഒരു ഭീഷണി മുഴക്കിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ എല്ലാം അതിൻ്റെ ഇടയിലാണ് അവർ കിടക്കുന്നതെങ്കിലും ഈ ചില ഇസ്ലാമിക നേതാക്കളൊക്കെ പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കിയൊരു കഠാരയാണ് ഇസ്രായേൽ. അതിൻ്റെ മാപ്പ് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇസ്രായേൽ ഒരിക്കൽ പോലും ഒരു ന്യൂക്ലിയർ ഭീഷണി മുഴക്കിയിട്ടില്ല. എത്രയോ യുദ്ധങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാനെ പോലൊരു രാജ്യത്തിന് ഒരു ന്യൂക്ലിയർ പവർ ആയി കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു ന്യൂക്ലിയർ ടെററിസത്തിലേക്ക് പോകും. ഹിസ്ബുള്ളയുടെ പോരാളികളെ അവർ തയ്യാറാക്കുന്നുണ്ട്. ഇറാഖിൽ അവർക്ക് മിലിറ്റൻസ് ഉണ്ട്, ഷിയ മിലിറ്റൻസിനെ അവർ തയ്യാറാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അവിടേക്ക് ഒരു ന്യൂക്ലിയർ ടെററിസം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ഭീഷണി. പക്ഷേ അമേരിക്ക ആക്ച്വലി ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറാതിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ പണ്ടൊരു ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അമേരിക്ക, UK, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു പാക്റ്റായിരുന്നു, ഒരു എന്താ പറയുക ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കിയത് ശേഷം 2018 അമേരിക്ക അതിൽ നിന്ന് പിന്മാറുമായിരുന്നു. കാരണം അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കുറേ സാങ്ഷൻസ് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഈ സാങ്ഷൻസ് പിൻവലിക്കുമ്പം ഇറാൻ വീണ്ടും ഒരു അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. കാരണം വീണ്ടും ഇറാൻ അവിടെ ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഡോമിനൻറ്റ് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എക്കണോമിക്കലി സ്റ്റേബിളായി കഴിഞ്ഞാൽ അത് വീണ്ടും അമേരിക്കയുടെ ട്രേഡിനെ ബാധിക്കും. ഇറാൻ ആയിരിക്കും പിന്നെ ഇവിടുത്തെ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട ഓയിൽ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ മേക്കറായി ഇറാൻ മാറും. അപ്പോൾ അത് വീണ്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവരതിൽ നിന്ന് പിന്മാറുന്നത്. അവർ ആ പാക്റ്റിൽ നിന്ന് 2018 പിന്മാറുന്നു. അവർ പറഞ്ഞു ഇതിലെ ചില ക്ലോസസ് അത്ര നല്ല ക്ലോസ് ഒന്നുമല്ല, അതൊരു സൺസെറ്റ് ക്ലോസ് ആണ്, 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇറാന് ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് തുടങ്ങാൻ പറ്റും, അങ്ങനത്തെ ക്ലോസസ് ആണ്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ പൊള്ളയായ വാദങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവരിന്ന് പിന്മാറിയത്. പക്ഷേ അവർക്കത് അതിൽ നിന്ന് പിന്മാറാതെ ഒരു നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ അഗ്രിമെൻറ്റിൻ്റെ ടേംസ് പുതുക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ അവർക്കത് മാറ്റി എഴുതാമായിരുന്നു. അതിനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. അവർ നേരെ പിന്മാറി വീണ്ടും സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. ഈ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തപ്പം ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ അതൊരു നല്ല കിട്ടലായി. കാരണം അവർ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും സാങ്ഷൻസ് ഒക്കെ പോയി, ഈ അഗ്രിമെൻറ്റ് പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. മറ്റ് രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഇറാൻ ഇത് ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവരതിനെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് അവർ ഡെവലപ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ വീണ്ടും എന്താ പറയുക ഒരു വെപ്പൺ ഗ്രേഡ് യുറാനിയം അവർക്ക് എന്താ പറയുക അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ബ്രേക്ക് ഔട്ട് കേപ്പബിലിറ്റി ഇറാനിന് കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും അമേരിക്ക പേടിക്കുകയാണ്. കാരണം ഇറാൻ അവിടെ ഒരു ന്യൂക്ലിയർ പവർ ആയി കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലത്തെ തന്നെ ഒരു ഭീഷണിയാണ്. കാരണം ഇറാന് പിന്നെ പല കാര്യങ്ങളിലും ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റിയിലേക്ക് ഇറാൻ എത്തും. ഓയിൽ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ ഇറാന് കുറച്ചുകൂടെ എന്താ പറയുക കൺട്രോളുള്ള സ്ഥലങ്ങളാണ്. അതിലൂടെയാണ് ലോകത്തിൻ്റെ 20% ട്രേഡ് നടക്കുന്നത്, ഓയിൽ വ്യാപാരം. അപ്പം അതിലേക്കൊക്കെ ഇറാൻ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് അമേരിക്കയുടെ ട്രേഡിനെയാണ് ബാധിക്കുക. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ പവർ അല്ല പ്രശ്നം, ഇറാൻ്റെ ഓയിൽ ട്രേഡാണ് അമേരിക്കയ്ക്ക് പ്രശ്നമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. സോ മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തുടങ്ങിയത് 79 ശേഷമാണ്, ഇസ്ലാമിക് റവല്യൂഷൻ ഇറാനിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല സഹകരണമായിരുന്നു. ഇവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ജോയിൻ്റ് ആയിട്ട് പല പ്രോജക്ട്സും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് ഈ പ്രോജക്റ്റ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ ഉണ്ട്. അവരുടെ മിസൈൽ പ്രോഗ്രാമായിരുന്നു ഇറാനും ഇസ്രായേലും കൂടെയുള്ള.
പിന്നെ ഇവർക്ക് പൈപ്പ് ലൈൻ, ഈ രണ്ട് രാജ്യങ്ങളും ഷെയർഡ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പം അതിൽ നിന്നൊക്കെ മാത്രമല്ല ഈ ഇറാനിലെ പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഈ ഇസ്രായേലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ റോഡ്സ്, ഹൈവേസ്, പല ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു, അതായത് ഷാൻ്റെ റെജിമിലാണ് നമ്മളിതൊക്കെ കണ്ടത്. സാധാരണഗതിയിലൊരു എന്താ പറയുക, രാജഭരണം ഉള്ള രാജ്യങ്ങളാണ് കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള നിലപാടൊക്കെ, തീവ്ര ഇസ്ലാമിക നിലപാട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ഷാ ഭരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ലിബറലായിരുന്നു ഇറാൻ. 79-ലെ ഇസ്ലാമിക റവല്യൂഷന് ശേഷമാണ് അത് പൂർണ്ണമായിട്ടും മാറുന്നത്. പിന്നെ അവർ ഇസ്രായേലിനെ ഒരു എന്താ പറയുക ഇല്ലജിറ്റിമേറ്റ് രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇസ്രായേൽ നേരെ എന്താ പറയുക പല തീവ്ര സ്വഭാവമുള്ള കാര്യങ്ങളും പറയുന്നു. ഈ ഇസ്രായേലിനെ ഒരു ശത്രുവായിട്ട് പൊസിഷൻ ചെയ്യുന്നു. അപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു എന്താ പറയുക, പിന്നെയാണ് പ്രോക്സി വാർസ് തുടങ്ങുന്നത്. അതിപ്പോൾ വന്നെത്തി നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരവസ്ഥ. മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും അവരുടെ ശത്രു രാജ്യങ്ങളാണ്. ഈ അതായത് 48-ലെ അവരുടെ 48-49 ഇസ്രായേലി വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിൽ ഈ ഇസ്രായേലിന് ചുറ്റുള്ള ജോർഡൻ, ഈജിപ്റ്റ്, ലെബനൻ, ഇറാഖ് ഇവരെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ആ സമയത്ത്. അപ്പം അന്ന് ഇസ്രായേലിന് UN സാങ്ഷൻ ചെയ്ത സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലമാണ് പിന്നെ ഇസ്രായേലിന് കിട്ടുന്നത്. കാരണം ആ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ അത്രയും ഡോമിനൻറ്റ് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ എല്ലാ കാലത്തും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരോട് കളിക്കരുത് എന്ന്. അപ്പോൾ അവരോട് എപ്പോഴൊക്കെ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ, ഏത് രാജ്യമാണെങ്കിലും, അതിപ്പോൾ സീനായ് ക്യാമ്പയിൻ ആണെങ്കിലോ അല്ലെങ്കിൽ 6 Day വാർ ആണെങ്കിലോ, അതിലൊക്കെ തന്നെ ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ നടത്തുന്ന പ്രോക്സി വാർ ഇസ്രായേലിന് ഒരു വലിയ ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനോട് ഇങ്ങനത്തെ ഒരു സമീപനം അവരെടുത്തത്. സോ ഈ മൊത്തം വാർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, കോർ ഇഷ്യൂ എന്ന് പറയുന്നത് 79-ലെ ഇസ്ലാമിക റവല്യൂഷന് ശേഷമുള്ള ഇറാൻ്റെ നിലപാടാണ്. അപ്പോൾ ആ ഒരു റെജീം ചേഞ്ച് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടാവും, റെജീം ചേഞ്ച് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഷാൻ്റെ എന്താ പറയുക കുടുംബത്തിലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഭരിക്കാൻ തയ്യാറാണ്, ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഒരു കോർ ഇഷ്യൂ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു റൂട്ട് കോസ് തേടി നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് പിറകിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനൊരു രാജ്യമായിട്ട് അപ്രൂവ് ചെയ്യാത്ത ഇപ്പോഴും 28 രാജ്യങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ ഒരുപാട് നേരിടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് പ്യുവർ നിലനിൽപ്പിൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ, അമേരിക്കയെ സംബന്ധിച്ച് അത് ഓയിൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അമേരിക്ക കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ ഈ യുദ്ധത്തിലേക്ക് വന്ന സമയത്ത് ഇറാനെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇസ്രായേൽ. വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഇറാന് സംഭവിച്ചു, അല്ല ഇസ്രായേലിന് സംഭവിച്ചു. അത് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കാരണമായിട്ടുണ്ടാവുമോ? നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇറാൻ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റിയ ഒരു, ഇപ്പോൾ ഹമാസിനെ അടിക്കുന്ന പോലെയല്ല. അതെ, ഇറാൻ എന്ന് പറഞ്ഞാൽ നല്ല മിലിറ്ററി കേപ്പബിലിറ്റി ഉള്ള രാജ്യമാണ്. മാത്രമല്ല അവർക്ക് റഷ്യയുമൊക്കെ ആയിട്ട് 20 വർഷത്തേക്ക് ചൈനയുമൊക്കെ ആയിട്ടൊക്കെ ഡീൽസ് ഉണ്ട്. എന്താ പറയുക, കോപ്പറേഷൻ അഗ്രിമെൻറ്റ്സ് ആണ് അതൊക്കെ. കോപ്പറേഷൻ അഗ്രിമെൻറ്റ്സ് ഉണ്ട് റഷ്യയായിട്ടൊക്കെ 20 വർഷത്തെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിഫൻസ് അങ്ങനത്തെ പല കാര്യങ്ങളും അവർക്കുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ ഒറ്റപ്പെടുത്തുക, ആക്രമിച്ചില്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്കൊരു പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാൻ അത്യാവശ്യം സപ്പോർട്ടുള്ള ഒരു രാജ്യമാണ്. മാത്രമല്ല അവർക്ക് മിലിറ്ററി കേപ്പബിലിറ്റീസ് ഉണ്ട്, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എടുത്തുചാട്ടമായിട്ട് എനിക്ക് തോന്നുള്ളൂ. പക്ഷേ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പൊസിഷൻ ക്ലിയർ ആക്കേണ്ടിയിരുന്നു. കാരണം ഞങ്ങൾ ഇതിനും മടിക്കില്ല എന്നത്, കാരണം ഈ ഒരു യുദ്ധമാണെങ്കിലും ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് ഇതൊരു പേടിയില്ലാത്ത കാര്യമാണ്, അവർക്കത് ക്ലിയർ ആക്കേണ്ടിയിരുന്നു. കാരണം അവരുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. അപ്പോൾ അവിടെ അമേരിക്കൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടി. പക്ഷേ അമേരിക്കൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അമേരിക്ക ഇപ്പോൾ ഒരു യുദ്ധത്തിനൊന്നും പോകാൻ തയ്യാറില്ല. കാരണം അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന എക്കണോമിക് ഡാമേജ് വലിയ രീതിയിലായിരിക്കും. അപ്പോൾ അവർ ഈ കപ്പലുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നീക്കി അങ്ങോട്ടൊക്കെ ആ ഷോറിലേക്ക് അടുപ്പിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ഭീഷണിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയെന്നല്ലാതെ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിന് പോകാൻ അവരും തയ്യാറില്ല. മാത്രമല്ല ഇറാൻ നേരെ ഖത്തറിലെ അവരുടെ ബേസ് അറ്റാക്ക് ചെയ്തിട്ട് അവരൊരു സ്ട്രോങ് മറുപടി കൊടുത്തു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനും അങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കി ഞങ്ങളും തിരിച്ചടിക്കും എന്ന ഒരു പൊസിഷനാണ് ഇറാൻ നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 3 രാജ്യങ്ങൾക്കും അവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഒരു റെജീം ചേഞ്ച് വേണമെന്നാണ്. കാരണം ഒരു തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ളൊരു ഗവൺമെൻറ് അവരവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്നു. അവരുടെ ജനങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഈ റെജീം വേണ്ട എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ഒരു കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ബെറ്റർ രാജ്യമായിട്ട് ഇറാൻ മാറും. അപ്പോൾ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.